നമസ്കാരം. പകൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയെ തകർത്തു എന്നൊക്കെയായിരുന്നു പാകിസ്ഥാന്റെ വാദം. പക്ഷേ അടപടലം തകർന്നടിഞ്ഞത് പാകിസ്ഥാനാണെന്നും അതിനുള്ള തെളിവുകൾ സഹിതം പുറത്തു വന്നെങ്കിലും പാകിസ്ഥാന്റെ തള്ളിന് ഒരു കുറവും വന്നിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യയുടെ റാഫേൽ ജെറ്റുകൾ പാകിസ്ഥാൻ തകർത്തെറിഞ്ഞു എന്നതായിരുന്നു അവരുടെ അവകാശവാദം. എന്നാൽ ആ അവകാശവാദത്തെ ഫ്രാൻസ് ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ്. അതായത് ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് ഫ്രഞ്ച് സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇനി ചൈനീസ് സാധനങ്ങളുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് ആരും പറഞ്ഞു തരേണ്ടതുമില്ല, നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത് ഫ്രഞ്ച് ഹൈടെക് അഡ്വാൻസ്ഡ് വിമാനങ്ങളാണ്. ഇതിന്റെ വിൽപ്പന തകർക്കാൻ ചൈന തങ്ങളുടെ എംബസികളെ ഉപയോഗിച്ച് റാഫേൽ യുദ്ധവിമാനങ്ങൾക്കെതിരെ തെറ്റായ പ്രചരണം നടത്തിയതായും ഫ്രഞ്ച് സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. റാഫേലിന്റെ പ്രശസ്തി തകർക്കുന്നതിനായി ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനങ്ങൾ അവ വാങ്ങരുതെന്നും ചൈനീസ് നിർമ്മിത ജെറ്റുകൾ വാങ്ങുവാനും ചൈനീസ് എംബസികൾ ഉപദേശിച്ചതായി ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ഇന്ത്യയുമായുള്ള 4 ദിവസത്തെ സൈനിക സംഘർഷത്തിൽ 3 റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ചൈനയുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാൻ അവകാശപ്പെട്ടതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസം. എന്നാൽ ഇത് റാഫേൽ ജെറ്റുകൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷന്റെ സിഇഒ എറിക് ട്രാപ്പിയർ തന്നെ പൊളിച്ചു കൈകൊടുത്തു. റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ അവകാശവാദം അദ്ദേഹം തള്ളിക്കളഞ്ഞു. അവ തികച്ചും തെറ്റാണെന്നും എറിക് വ്യക്തമാക്കി. ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന റാഫേൽ വിമാനങ്ങൾ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചൈനീസ് അറ്റാഷേകൾ വാദിച്ചത്. റാഫേൽ ഓർഡർ ചെയ്ത രാജ്യങ്ങളിലും വാങ്ങാൻ സാധ്യതയുള്ള മറ്റ് ഉപഭോക്തൃ രാജ്യങ്ങളിലും പ്രതിരോധ അറ്റാഷുകൾ ലോബിയിങ് കേന്ദ്രീകരിച്ച് ഫ്രഞ്ച് ഇന്റലിജൻസ് പറഞ്ഞു. സമീപിച്ച രാജ്യങ്ങളിൽ നിന്നാണ് മീറ്റിംഗുകളെക്കുറിച്ചും ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ അറിഞ്ഞത് ഫ്രഞ്ച് ഇന്റലിജൻസ് വ്യക്തമാക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പുതുതായി സൃഷ്ടിച്ച 1000-ലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ചൈനീസ് സാങ്കേതിക മികവിന്റെ വിവരണം പ്രചരിപ്പിച്ചതായും ഫ്രഞ്ച് ഗവേഷകർ വ്യക്തമാക്കി. റാഫേൽ ക്രമരഹിതമായി ലക്ഷ്യമിട്ടതല്ല, വിദേശത്ത് കയറ്റുമതി ചെയ്യുകയും ഉയർന്ന ദൃശ്യപരതയുള്ള തിയേറ്ററിൽ വിന്യസിക്കുകയും ചെയ്ത ഉയർന്ന ശേഷിയുള്ള ഒരു യുദ്ധവിമാനമാണിത്. ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം അതിന്റെ വെബ്സൈറ്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡസോൾട്ട് ഏവിയേഷൻ 533 റാഫേലുകൾ വിറ്റു. അതിൽ 323 ഈജിപ്ത്, ഇന്ത്യ, ഖത്തർ, ഗ്രീസ്, ക്രൊയേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സെർബിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു. ഇന്തോനേഷ്യ 42 വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാങ്ങുന്നതും പരിഗണനയിലാണ്.